ഹലോ ഗൈസ്, അപ്പൊ എനിക്ക് കുറച്ച് പഴുക്കാത്ത സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനെ എങ്ങനെ 2 ദിവസത്തിനുള്ളിൽ പഴുപ്പിച്ചെടുക്കാന്ന് ഞാൻ കാണിച്ചു തരാമേ. ഞാൻ ആദ്യം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ടിൻ എടുത്തിട്ട് സപ്പോർട്ടയെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ടയെ ഒന്ന് നന്നായിട്ട് പുകച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പർ എടുത്ത് കത്തിച്ചിട്ട് അതിലുണ്ടാവുന്ന പുകയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ വേണം ചെയ്യാൻ. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടിന്ന് നിറയെ നല്ലോണം പുക നിറഞ്ഞിട്ടുണ്ടാവേ. എന്നിട്ട് ആ ടിന്ന് നന്നായിട്ട് അടച്ച ശേഷം എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെക്കുക. ഇടയ്ക്ക് തുറന്നൊന്നും നോക്കാൻ പോകണ്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. അപ്പോഴേക്ക് സപ്പോർട്ടയൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സപ്പോർട്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ഈ ഒരു ടെക്നിക്കാണ് കേട്ടോ ഫോളോ ചെയ്യാറ്. നിങ്ങളൊക്കെ എന്ത് രീതിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് താഴെ കമന്റ് ചെയ്യണേ. അങ്ങനെ 2 ദിവസം കാത്തുനിന്ന് സപ്പോർട്ടയൊക്കെ നല്ലോണം പഴുത്ത് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമുള്ള ഫ്രൂട്ടുകളിൽ ഒന്നാണ് കേട്ടോ സപ്പോർട്ട. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അതിന്റെ സീഡ് കുഴിച്ചിടണോ വേണ്ടോ എന്നാണ് കേട്ടോ ഞാനിപ്പോ ആലോചിച്ചത്. 2 ദിവസം കാത്തിരുന്നതിന്റെ എല്ലാ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നതും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നുമായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ പുകച്ച് പഴുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, പിന്നെ കാണാം.